നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മോളിപ്പോഴും നിരപരാധിയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വന്ദനേച്ചി കൊടുത്ത മരുന്ന് കഴിച്ചാണ് ഹരിതയ്ക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? അതിനെക്കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അതിന്റെ ന്യായീകരണമാ എനിക്ക് കേൾക്കേണ്ടത്. നിർത്തറ. ഒരു പെൺകുട്ടിയെ ഏറ്റെടുത്ത് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നവളാ വന്ദന. അതും കോടിക്കണക്കിന് സ്വത്ത് ഉപേക്ഷിച്ചിട്ട്. അത്രയും മനുഷ്യത്വവും കുട്ടിയോട് ആത്മബന്ധവും പുലർത്തുന്നവളാ അവള്. ആർക്കോ ജനിച്ച കുട്ടിക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും ഉപേക്ഷിച്ചവളാ. അവളിത് ചെയ്യുമെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? പിറക്കാത്ത കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ദിയമോൾക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറുള്ളവൾ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ ഊറ്റിയെടുക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? എന്താ നിനക്കൊന്നും പറയാനില്ലേ പ്രകാശ? ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും ഒരല്പം സ്വസ്ഥത കിട്ടിയ കൊള്ളായിരുന്നു. ഓ എടാ, എങ്ങനെ കിട്ടാനാടാ? കൊടുത്ത പണമെല്ലാം ധൂർത്തടിച്ച് കളഞ്ഞു. ഇരട്ടിക്കിരട്ടി കടവും വാങ്ങിക്കൂട്ടി. പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി പോലും ഇല്ല. അപ്പോ കിട്ടിയ രക്ഷാമാർഗമായി ഈ കുറ്റപ്പെടുത്തൽ. കുഞ്ഞിനെ കൊന്നുപോലും. അതും പൊക്കിപ്പിടിച്ച് എല്ലാരെയും വിരട്ടി നിർത്താലോ? അതല്ലേ സത്യം? മനോജ്, എന്നെ തല്ലിക്കൊന്നാലും ഈ വീട്ടില് ന്യായീകരണങ്ങളെ ഉണ്ടാവും, വെള്ളപൂശലേ ഉണ്ടാവും. ഈ കൊലച്ചോറ് എനിക്ക് വേണ്ട. എന്റെ കുഞ്ഞിന്റെ ചോരയുടെ മണമുണ്ട് ഇതിന്. ഇനി ആഹാരം കഴിക്കാൻ എനിക്കും ബുദ്ധിമുട്ടാ. ഞാനും പട്ടിണി കിടന്നോളാം. ഒരു നേരം പട്ടിണി കിടന്നു വെച്ച് ആരും ചത്തുപോകാനൊന്നും പോണില്ല. മോളെ കരയാതെ മോളെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ നിരപരാധിത്വം ഞങ്ങൾക്കറിയാം. ഞങ്ങളെല്ലാം നിന്നോടൊപ്പം തന്നെയാ. എനിക്കിനി ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങില്ല. എന്റെ ദേവി, കൊടുങ്ങല്ലൂരമ്മേ, ഭദ്രകാളി, നീ ശക്തി സ്വരൂപിണിയാ. ഈ ചതി ചെയ്തവൻ ആരായാലും അവന്റെ തല പൊട്ടിത്തെറിച്ച് താറുമാറാകുന്ന രീതിയിൽ നീ തന്നെ അവന് പണി കൊടുക്കണം. ആ കിളവി കരുനാക്കെടുത്ത് വളച്ചു കാണും. വീട്ടിലിപ്പോ ഹെൽമെറ്റ് വെച്ച് നടക്കേണ്ട അവസ്ഥയാ. ആരെ ഈ പണ്ടാറ അവിടെ കൊണ്ട് കെട്ടിയത്? ആ കുരുത്തം കെട്ട ചെക്കന്റെ പണിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.